ജോർജ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. അധിക്ഷേപ പരാമർശത്തിൽ നർത്തകി സത്യഭാമയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, അധിക്ഷേപ പരാമർശത്തിൽ ഇന്നലെയാണ് നർത്തകി സത്യഭാമയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? സത്യഭാമയുടെ പരാമർശത്തിൽ വ്യാപക പ്രതിഷേധം നടക്കുന്ന സമയത്താണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. RLV രാമകൃഷ്ണനെ ഉദ്ദേശിച്ച ഒരു യൂട്യൂബ് ചാനൽ കറുത്ത നിറമുള്ളവർ നൃത്തം ചെയ്യരുതെന്ന് പറഞ്ഞ കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പരാമർശത്തിനെതിരെയാണ് സ്വമേധയാ കേസെടുത്തുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത്. തൃശൂർ ജില്ലാ പോലീസ് മേധാവിയും സാംസ്കാരിക വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടറിയും പരാമർശം പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കമ്മീഷൻ അംഗം VK ബീനാകുമാരി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. മനുഷ്യാവകാശ പ്രവർത്തകനായ ഗിന്നസ് മാടാസ്വാമിയും ഇതേ വിഷയത്തിൽ പരാതി നൽകിയിരുന്നു. വളരെ രൂക്ഷമായ ഭാഷയിലാണ് നർത്തകി സത്യഭാമ പ്രതികരിച്ചിരുന്നത്. ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ കേരളം നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് വാദം തുടരും. ഇന്നലെ ഹർജി പരിഗണിച്ച കോടതി വിശദവാദത്തിനാണ് ഇന്നത്തേക്ക് മാറ്റിവെച്ചത്.